ഹായ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ ചക്ക ഉപ്പേരിയാണ് കേട്ടോ. അപ്പോൾ ചെറിയ ചക്ക കിട്ടിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ടൊന്ന് എങ്ങനെ ഉപ്പേരി വെക്കും നോക്കാം കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റിൽ. എൻ്റെ പേര് ശോഭിത. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സപ്പോർട്ട് കൂടി ചെയ്യണം കേട്ടോ. ചക്ക ഉപ്പേരിയൊക്കെ എല്ലാവർക്കും ഇഷ്ടമാണ്. പക്ഷേ ഈ ചക്ക നന്നാക്കി എടുക്കാനാണല്ലേ കുറച്ച് പാട്. എനിക്കും അത് തന്നെയാണ് കേട്ടോ മടി. എന്നാലും ഞാൻ ചക്ക കിട്ടിക്കഴിഞ്ഞാൽ വേഗം എന്ത് ചെയ്യുമെന്നറിയോ, ചക്കയുടെ തൊലിയൊക്കെ കളഞ്ഞ് വൃത്തിയാക്കി എടുത്ത് വെക്കും കേട്ടോ. പിന്നെ കുഴപ്പമില്ല, പിന്നെ നമുക്കിതിങ്ങനെ അരിഞ്ഞെടുത്താൽ മതിയല്ലോ. ചക്കപ്പേരി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഒരുപാട് ഗുണങ്ങളൊക്കെയാണ് ഈ ചക്കപ്പേരിക്ക്. പക്ഷേ നമുക്കിത് ക്ലീൻ ചെയ്തെടുക്കുന്ന കാര്യമാണ് കേട്ടോ ഭയങ്കര ബുദ്ധിമുട്ട്. ഇതിൻ്റെ വിളഞ്ഞിയൊക്കെ കൈമിലും കത്തിയിലൊക്കെ ആവും. അത് കാരണം ഞാൻ അതൊക്കെ നേരത്തെ വൃത്തിയാക്കി മാറ്റി വയ്ക്കും. അല്ലെങ്കിൽ ഈ ചക്ക കാണുന്തോറും ഞാൻ വിചാരിക്കും ഇനി ഇതൊന്ന് നന്നാക്കി എടുക്കണമല്ലോ എന്ന് വിചാരിക്കും. ഞാനിങ്ങനെയാണ് കേട്ടോ, ഒരു പകുതി ചക്ക എടുത്ത് അത് 4 പീസാക്കി വെച്ചതിന് ശേഷം പിന്നെ ഇങ്ങനെ കത്തി കൊണ്ട് കൊത്തി അരിഞ്ഞ് ചെറുതാക്കി അരിഞ്ഞെടുക്കുകയാണ് കേട്ടോ ചെയ്യുക. നല്ല മൂർച്ചുള്ള കത്തിയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അരിഞ്ഞെടുക്കാൻ പറ്റും. ഇതൊന്ന് ക്ലീൻ ചെയ്തെടുക്കേണ്ട ഒരൊറ്റ താമസമേ ഉള്ളൂ. ആ വിളഞ്ഞൊക്കെ കളഞ്ഞ് നമ്മൾ ക്ലീൻ ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിതിങ്ങനെ കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ. അങ്ങനെ കൊത്തി അരിയാനൊക്കെ നല്ല ഇഷ്ടമാണ്. ഇതാ ഇപ്പോൾ കണ്ടില്ലേ, നമ്മുടെ ചക്ക നന്നായിട്ട് കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ചിലവരിതിങ്ങനെ വലിയ പീസാക്കി മുറിച്ചിട്ടിട്ട് കുക്കറിലിട്ട് ഇടിച്ചക്ക പോലെ അങ്ങനെയൊക്കെയാണ് വയ്ക്കുക. പക്ഷേ ഇങ്ങനെ വെക്കുന്നതാണ് കേട്ടോ എനിക്ക് കുറച്ചുകൂടി ഒരു ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. പിന്നെ നമുക്കിതിലേക്ക് വേണ്ടത് കുറച്ച് മുളകും വെളുത്തുള്ളിയും ചുമന്നുള്ളിയും കരിവേപ്പിലയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നമുക്ക് വൃത്തിയാക്കി മിക്സിയുടെ ജാറിലിട്ട് ഒന്ന് അടിച്ചെടുക്കാം കേട്ടോ. കരിവേപ്പില നമ്മളിതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കുന്നില്ല കേട്ടോ. ചെറിയ ഉള്ളിയും വെളുത്തുള്ളിയും ചുമന്ന മുളകും നമ്മളൊന്ന് മിക്സിയിലിട്ട് ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. പിന്നെ അതേ ഒരു പാത്രം അടുപ്പത്ത് വെച്ച് കടുക് പൊട്ടിച്ച് കുറച്ച് നന്നായിട്ട് വെളിച്ചെണ്ണ ഒഴിക്കുക കേട്ടോ. ചക്കപ്പേരിയിൽ നന്നായിട്ട് വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ചാൽ ഒരു നല്ല ടേസ്റ്റാണ്. നമ്മളിതൊന്നും അതിൽ മൂപ്പിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഈ ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ഒക്കെ ഒന്ന് മൂത്ത് വരുമ്പം തന്നെ നല്ലൊരു സ്മെല്ല് കൂടിയാണ്. പിന്നെ നമ്മൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന ചക്ക ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. അപ്പോൾ അതേ നമ്മുടെ ഉള്ളിയും വെളുത്തുള്ളിയും ചതച്ചതൊക്കെ നന്നായിട്ട് മൂത്ത് വന്നിട്ടുണ്ട് കേട്ടോ. നമ്മളതിലേക്ക് ഈ ചക്ക അരിഞ്ഞു വെച്ചതും കൂടി ഇട്ട് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ നമ്മൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. ഒരുപാടൊന്നും വേണ്ട, ഇതിനൊരുപാട് വേവൊന്നുമില്ല കേട്ടോ. നമ്മൾ ചെറിയൊരു ചൂടിൽ ചെറിയ തീയിലങ്ങനെ അടച്ച് വെച്ച് വേവിച്ചാൽ മതി. അതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുത്ത് നമ്മളതൊന്ന് അടച്ച് വെച്ച് വേവിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഞാനിതിൽ ചക്കപ്പേരിയിൽ മഞ്ഞൾപ്പൊടി ഒന്നും ഇടാറില്ല കേട്ടോ. വറ്റൽമുളക് നമ്മുടെ എരിവ് എത്രയാണോ അതിന് ആവശ്യത്തിന് ഇട്ട് കൊടുക്കുകയാണ്. ചക്കയിൽ കുറച്ചൊരു എരിവ് കൂടുതലുള്ളതാണ് കേട്ടോ ചക്കപ്പേരിക്കൊരു നല്ല ടേസ്റ്റ്. പിന്നെ വെളുത്തുള്ളി അങ്ങനെ തന്നെ. ഒരുപാട് വെളുത്തുള്ളി ഒന്നും വേണ്ട, എന്ത് അധികമായാൽ ദോഷമെന്ന് പറയില്ലേ, അതുപോലെ തന്നെ വെളുത്തുള്ളിയും നമ്മുടെ ചക്കയ്ക്കൊക്കെ ഒരു ഏകദേശം ഒരു കണക്കിന് കുറച്ചൊരു വെളുത്തുള്ളിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ് കേട്ടോ. പറ്റ കുറയേണ്ട. വെളുത്തുള്ളിയുടെ ആ ഒരു ടേസ്റ്റ് എന്ന് പറഞ്ഞാൽ ചക്കയ്ക്കൊരു പ്രത്യേക രുചിയും മണവും ഒക്കെയാണ് കേട്ടോ. അപ്പോൾ അതേ നമ്മുടെ ചക്കപ്പേരി ഏകദേശം റെഡി ആയിട്ടുണ്ട് കേട്ടോ. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ചക്കപ്പേരി. അപ്പോൾ ഇതുപോലെ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. നമ്മൾ ഈ ചക്കപ്പേരി ഒന്ന് അരിഞ്ഞെടുത്താൽ നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു ഉപ്പേരിയാണ് കേട്ടോ ചക്കപ്പേരി. അപ്പം മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം.